സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. നാരായണിമംഗലം നാരായണൻ ആരാണെന്നാ നിന്റെ വിചാരം? അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടോ? അപ്പോ നമുക്ക് ചർച്ച തുടങ്ങാം. മലന്നിരുന്നോണ്ട് വലിയ ആന കാര്യം പറയുന്നുണ്ടല്ലോ അവിടെ. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? ഒരു ചെറുക്കനെ തല്ലിക്കൊന്നിട്ട് അവരുടെ മുഖത്തൊരു വികാരവും ഇല്ല. എന്റെ മുമ്പിൽ ഒരു വികാരവും ഇല്ലാതിരിക്കുകയാണ് ആ സ്ത്രീ. കാരണം ആ സ്ത്രീയുടെ മകനെ 3 ദിവസം വെള്ളം പോലും കൊടുക്കാതെ കൊന്ന കാട്ടാളന്മാരാണ് നിങ്ങൾ. അത്രയ്ക്കും വേണ്ടായിരുന്നു. കാട്ടാള നിങ്ങൾ വിരൽ ചൂണ്ടിയൊന്നും എന്നെ പേടിപ്പിക്കണ്ടാവുക. ഈ വിരൽ ചൂണ്ടലൊന്നും കണ്ട് പേടിക്കുന്ന ആളൊന്നും അല്ല ഞാൻ. നിനക്കെന്നെ ശരിക്കും അറിയില്ല. അത് പാർട്ടി കമ്മിറ്റി പോയി കാണിച്ചാൽ മതി വിരൽ ചൂണ്ടിയാൽ. മനസ്സിലായോ? ഒരു ദിവസം അവസാനിപ്പിക്കും നിന്റെയൊക്കെ ധാർഷ്ട്യം ഞാൻ. ഇവിടെ ചാനൽ ചർച്ചയിലൊന്നും വന്ന് ചെറുപ്പക്കാരാ, എത്ര വയസ്സുണ്ട് നിങ്ങൾക്ക്? ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? നിങ്ങളുടെ അച്ഛന്റെ പ്രായമുണ്ട്, എനിക്കറിയാമോ? ആ നിങ്ങൾ വന്ന് നിങ്ങൾ ആരെയാ നിങ്ങൾ പേടിപ്പിക്കുന്നത്? ആവേശം വേണ്ട, ആവേശം വേണ്ട. നിങ്ങൾ ആരെയായി പേടിപ്പിക്കുന്നത്? മാന്യമായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മാന്യമായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് കാര്യത്തിനായാലും ഒരു മാന്യത വേണ്ടേ? ഞാൻ എന്താ വിചാരിച്ചേ? ഇത് പാർട്ടി കമ്മിറ്റി അല്ല. പാർട്ടി കമ്മിറ്റി പോയി പറഞ്ഞാൽ മതി. അയ്യോ, ഇത് അസംബ്ലിയേക്കാൾ മോശമായല്ലോ. ഇതൊരു ചാനൽ ചർച്ചയാണ്, മനസ്സിലായോ നിങ്ങൾക്ക്? അല്ല, ഇത് SFIയുടെ വിചാരണ കോടതിയല്ല. ഇത് SFIയുടെ വിചാരണ കോടതിയല്ല. അതൊക്കെ ആ കാലമൊക്കെ കഴിഞ്ഞുപോയി. അതൊക്കെ നിങ്ങളുടെ പാർട്ടി കമ്മിറ്റി പോയി പറഞ്ഞാൽ മതി. ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? കൈ ചൂണ്ടുകയൊന്നും വേണ്ട. കൈ മടക്കി വെക്കവിടെ. കൈ മടക്കി വെക്ക്. എവിടെ? ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. കൈ ചൂണ്ടി പോയി SFI പിള്ളേരുടെ അടുത്ത് കാണിച്ചാൽ മതി. മനസ്സിലായോ? അഹങ്കാരം, ധാർഷ്ട്യം. എനിക്കിത് അഹങ്കാരമായിട്ടാ തോന്നണത്. താൻ പ്രമാണിത്തം, അഹങ്കാരം കാണിക്കുക. അഹങ്കാരം മനസ്സിലായില്ലേ? അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി. ആ മാന്യമായിട്ടാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അക്ഷരം വേണ്ടി പോരുത് മണ്ട ഗണേശൻ. വ്യക്തിപരമല്ല, മാന്യമായിട്ടുള്ള ഭാഷയിൽ സംസ്കാര സമ്പന്നമായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി.